ഉണ്ണിയമ്മേ കുമ്പടി വന്നു. ഏത് കേരളീയമാണെങ്കിലും ഏത് കേരളപ്പിറവിയാണെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് ഇങ്ങനെ പ്രതികരിക്കരുത് എന്ന് പറയേണ്ടി വരുന്നത് ഖേദകരമാണ്. ശ്രീ അനിൽകുമാർ, വളരെ ഖേദകരമാണ്. നിങ്ങൾ നരേന്ദ്രമോദിക്ക് മൈലെണ്ണ ഇട്ട് കൊടുത്തിട്ടാണ് ഈ റിപ്പോർട്ട് കൊടുക്കുന്നത്. ഇന്നും കിട്ടിയില്ലേ? എന്തായിരുന്നു വിഷയം? ക്ഷേമ പെൻഷൻ എത്ര മാസമായി മുടങ്ങിയിട്ട്, KSRTCയിലെ പെൻഷൻ എത്ര കാലമായി മുടങ്ങിയിട്ട്, ശമ്പളം എപ്പോൾ കൊടുക്കാൻ കഴിയും, ജീവനക്കാരുടെ ആനുകൂല്യം എപ്പോൾ കൊടുക്കാൻ കഴിയും, കരാറുകാർക്ക് പൈസ എപ്പോൾ കൊടുക്കാൻ കഴിയും, ഇത്തരം ചോദ്യങ്ങളൊക്കെ ഇതുപോലൊരു വലിയ കേരളീയം പരിപാടി നടത്തുമ്പോൾ അതിനു മുന്നിൽ പ്രസക്തമാണ്. റിപ്പോർട്ട് ഞാൻ താങ്കളുടെയും താങ്കളുടെ സർക്കാരിന്റെയും ശ്രദ്ധയിലേക്ക് വെക്കുകയാണ്. ആ വാർത്ത ഒന്ന് കാണണം. രോഗിയായ ഭാര്യ, 3 മക്കൾ, അവരിൽ 2 ഭിന്നശേഷിക്കാർ. എവിടെ പോണു? വെള്ളം കുടിക്കണം. പിന്നെ നഴ്സറിയിൽ പോകുന്ന കൊച്ചുമോനും. എന്റെ ഈ 2 മക്കൾക്ക് കിട്ടണ പെൻഷൻ ഇപ്പൊ 4 മാസം കൊണ്ട് കിട്ടണില്ല. അതെല്ലാം കൊണ്ട് കടമൊക്കെ വാങ്ങിച്ച് മക്കളെ തീറ്റിയിടാതിരിക്കാൻ പറ്റും സാറേ. നീ അറിഞ്ഞ പോലെ അനുഭവങ്ങളുള്ളവർക്ക് സംസാരിക്കാമോ, ചോദ്യങ്ങൾ ഉയർത്താമോ, അവരുടെ ചോദ്യങ്ങൾ കേൾക്കുമോ എന്നായിരുന്നു എനിക്ക് താങ്കളോട് ചോദിക്കാനുണ്ടായത് ശ്രീ അനിൽകുമാർ. പക്ഷേ ഈ വാർത്ത സംപ്രേഷണം ചെയ്തപ്പോൾ ഉടനീളം താങ്കൾ ചിരിക്കുകയായിരുന്നു. എന്താണ് താങ്കൾക്ക് ഇതിൽ അത്രയും തമാശ തോന്നിയത്? ഇതുപോലെ ഒരു വാർത്ത നിങ്ങൾ പ്രത്യേകമായി ഇന്നത്തെ പരിപാടിക്ക് വേണ്ടി സൃഷ്ടിക്കുക, എന്തൊരു മര്യാദ ഇതുള്ളത്? എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? കേരളത്തിൽ വിപ്ലവം നടന്നോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ വിപ്ലവത്തിലൂടെ അധികാരത്തിൽ വന്നോ? 5 കൊല്ലത്തിനിടയ്ക്ക് ഭരിക്കാൻ അവസരം കിട്ടുകയാണ്. ഇവൻ ഇവിടെ നിന്ന് ജനിക്കേണ്ടവനേ അല്ല, പിന്നെ ജനിക്കേണ്ടവനേ അല്ല. ഈ വാർത്ത കണ്ടിട്ട് താങ്കൾ എന്തിനാണ് ചിരിച്ചതെന്നാണ് ശ്രീ അനിൽകുമാർ. ഭരിക്കുന്ന കേരളത്തിൽ ഞാൻ പറയട്ടെ, അങ്ങോട്ട് കേക്ക്, ഇനി അങ്ങോട്ട് കേക്ക്. അതിന് മറുപടി വേണം. മനുഷ്യരുടെ ദുരിതം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ശ്രീ അനിൽകുമാർ എന്തിനാണ് ചിരിക്കുന്നത്? അതിലെന്താണ് തമാശ? നിങ്ങളെല്ലാം കൂടെ കൈയടിച്ചിട്ട് കേരളത്തിന് കടമെടുക്കാനുള്ള അവകാശം വെട്ടിക്കളഞ്ഞിരിക്കുകയാണ്. അങ്ങനെ കടമെടുക്കാനുള്ള അവകാശം വെട്ടിക്കളഞ്ഞ് കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്ന നരേന്ദ്രമോദിക്ക് കൈയടിച്ചു കൊടുക്കുന്ന നിങ്ങളുടെ നിലപാടുണ്ടല്ലോ. നിങ്ങൾ നരേന്ദ്രമോദിക്ക് മൈലെണ്ണ ഇട്ട് കൊടുത്തിട്ടാണ് ഈ റിപ്പോർട്ട് കൊടുക്കുന്നത്. ചോദ്യം നേരിട്ടാണ് ചോദിച്ചത്. ആ ചോദ്യത്തിന് നിങ്ങൾക്കുള്ള മറുപടി എന്താണ് എന്നാണ് ചോദിച്ചത്. ഇതുപോലെ ദുരിതം അനുഭവിക്കുന്ന ആളുകളുണ്ട് എന്നാണ് പറഞ്ഞത്. അതിനു മുന്നിൽ ആ മനുഷ്യന്മാരുടെ വാർത്തയ്ക്ക് മുന്നിൽ ചിരിക്കുന്ന ശ്രീ അനിൽകുമാറിനോട് എനിക്കിനി അക്കാര്യത്തിൽ ചോദ്യങ്ങളില്ല. ശ്രീ അനിൽകുമാർ, ഞാൻ ഷാനിയോട് ചോദിക്കാം, താങ്കൾ അപമാനിക്കുന്നത് വേറെ ആരെയുമല്ല, ആ മനുഷ്യരെയാണ്. ഷാനിയോട് ഒരു ദിവസം ചോദിക്കാം. ഏത് രാഷ്ട്രീയമാണെങ്കിലും ഏത് കേരളീയമാണെങ്കിലും ഏത് കേരളപ്പിറവിയാണെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് ഇങ്ങനെ പ്രതികരിക്കരുത് എന്ന് പറയേണ്ടി വരുന്നത് ഖേദകരമാണ്. ശ്രീ അനിൽകുമാർ, വളരെ ഖേദകരമാണ്. പറഞ്ഞിട്ടില്ല. ഇന്ത്യ രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ 156 ലക്ഷം കോടി രൂപ കടമുള്ള സർക്കാരാണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ വലിയ കടമുള്ള കേന്ദ്ര സർക്കാർ ഈ കേരളത്തിൽ നിങ്ങളുടെ കടത്തെ കുറിച്ച് ഞാൻ ചോദിച്ചോ ശ്രീ അനിൽകുമാർ? അയ്യോ, എനിക്കിപ്പോ ബോധം പോകും. കേരള സർക്കാരിന്റെ കടത്തെ കുറിച്ച് ഞാൻ ചോദിച്ചോ? കേരള സർക്കാരിന്റെ കടത്തെ കുറിച്ച് ഇപ്പോൾ ഞാൻ ചോദിച്ചോ? അതിന് നരേന്ദ്രമോദി സർക്കാരിന് കൊടുത്ത റിപ്പോർട്ടിന്റെ മറുപടിയുമായി വേണോ ഇതുപോലുള്ള ആളുകളുടെ ജീവിത സാഹചര്യം സർക്കാരിനെ പ്രതിനിധീകരിച്ച് ഈ ചർച്ചയിൽ വരുന്ന ഒരു മനുഷ്യന്റെ, ഒരു രാഷ്ട്രീയ നേതാവിന്റെ മുന്നിലേക്ക് വെക്കാൻ? ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ. അങ്ങനെ താങ്കൾ ചിരിച്ചൊഴിയണ്ട. ആ മനുഷ്യരെ അപമാനിച്ചുകൊണ്ട് ശ്രീ അനിൽകുമാർ രാഷ്ട്രീയം പറയാൻ പാടില്ല. അത് ആവർത്തിച്ച് തന്നെ ഓർമ്മിപ്പിക്കും. 62 ലക്ഷം വീട്ടിൽ 2500 പെൻഷൻ കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ച ഗവൺമെന്റായത്. ഞങ്ങളത് നടപ്പാക്കും. അത് നടപ്പാക്കാൻ പറ്റാത്ത വിധം സർക്കാരിനെ ദുർബലപ്പെടുത്തുന്ന മോദിയും പ്രതിപക്ഷമാണ്. ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി ഒന്ന് പോടോ. അവർക്ക് വേണ്ടി കിലുക്കിയിട്ട്, അവർക്ക് വേണ്ടി മണിയടിച്ചിട്ട്, അവർക്ക് വേണ്ടി കിലുക്കിയിട്ട്, അവർക്ക് വേണ്ടി മണിയടിച്ചിട്ട്, അവർക്ക് വേണ്ടി ശബ്ദം. ശ്രീ അനിൽകുമാർ, താങ്കൾ മര്യാദയുള്ള വാക്കുകൾ ഉപയോഗിക്കണം ചർച്ചയിൽ. ഞാൻ താങ്കളുടെ മര്യാദയോടെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. പട്ടിയുടെ വാല് 12 കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്? കഷ്ടം. ഓരോ സർക്കാരിനോടും ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യും. ഒരു വാർത്ത അങ്ങനെ ശ്രീ അനിൽകുമാർ നാട്ടുകാർ കണ്ടതാണ്. എനിക്ക് ഇനി അതിനെ കുറിച്ച് കൂടുതൽ പറയാൻ പോലും താല്പര്യമില്ല. താങ്കൾ എന്താണ് ചെയ്തതെന്ന് പ്രേക്ഷകർ മുഴുവൻ കണ്ടതാണ്. ഇത് കള്ളമാണോ? ഈ വാർത്ത കള്ളമാണോ? ശ്രീ അനിൽകുമാറിന് അറിയാമോ അത് കള്ളമാണെന്ന്? കള്ളമാണോ ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞത്? അവിടെ അനങ്ങാനാകാതെ സഞ്ചരിക്കാൻ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. കിടക്കുന്ന മനുഷ്യന്മാരുടെ ദുരിതം ഒരു റിപ്പോർട്ട് ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നപ്പോൾ
ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നപ്പോൾ നോക്കി ചിരിച്ചിട്ട് താങ്കൾ ഒരുപാട് രാഷ്ട്രീയം പറയുന്നു. തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല, നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ? ഞാൻ കൃത്യമായിട്ട് ചോദിക്കുന്നു, 1 ലക്ഷം വ്യവസായ സംരംഭങ്ങൾ ഉണ്ടായി, ഇവിടെ തൊഴിൽ സംരംഭങ്ങൾ ഉണ്ടായി, ലക്ഷണമൊത്ത കള്ളം നിങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലേ? നിങ്ങൾ കാണിക്കുക, അതിൽ എത്ര എണ്ണം ബാക്കിയുണ്ടെന്ന്. ലക്ഷണമൊത്ത കള്ളമായിരുന്നു അത് ശ്രീ അനിൽകുമാർ. താങ്കൾക്ക് അത് ഓർമ്മയുണ്ടല്ലോ. താങ്കൾ എങ്ങനെയാണ് വെല്ലുവിളിക്കുന്നത്? ഇപ്പോൾ തന്നെ ആ 1,00,000 സംരംഭങ്ങളുടെയും പട്ടിക പുറത്തുവിടും എന്ന് നിങ്ങളുടെ സർക്കാർ പ്രഖ്യാപിച്ചത് എത്ര നാൾ കഴിഞ്ഞിരുന്നു ശ്രീ അനിൽകുമാർ? എത്ര കാലം കഴിഞ്ഞിരുന്നു? താങ്കൾക്ക് ശ്രദ്ധ തിരിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടാകും, ഇപ്പോൾ അത് നടക്കില്ല. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇതിനെ കുറിച്ച് താങ്കളോട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ പോലും ലജ്ജയുണ്ട്. സർക്കാരിനെ അപമാനിക്കാൻ പെയ്ഡ് ന്യൂസ് പോലെ വാർത്ത ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ അപമാനിക്കപ്പെടും. ശ്രീ അനിൽകുമാർ, അത് പെയ്ഡ് ന്യൂസ് ആണ് എന്ന് താങ്കൾ തെളിയിക്കണം. ശ്രീ അനിൽകുമാർ, അത് പെയ്ഡ് ന്യൂസ് ആണെന്ന് താങ്കൾ തെളിയിക്കണം. ശ്രീ അനിൽകുമാർ, അത് പെയ്ഡ് ന്യൂസ് ആണെന്ന് താങ്കൾ തെളിയിക്കണം. ഞാൻ വെല്ലുവിളിക്കുന്നു. നിങ്ങളല്ലേ ഗുജറാത്തിലെ ചേരികൾ കെട്ടിമറിച്ച് അവിടുത്തെ G20 ഉച്ചകോടിക്കുള്ള ആളുകളെ കൊണ്ടുപോകുന്നുവെന്നും ഡൽഹിയിലെ ചേരികളെ മറച്ചു വെച്ചുകൊണ്ട് നടപടിയെടുക്കുന്നുവെന്നും രാജ്യത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരണം നടത്തിയത് നിങ്ങളല്ലേ? ദാരിദ്ര്യം മറച്ചു വെക്കാൻ സർക്കാർ നിർബന്ധിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചത് നിങ്ങളല്ലേ? ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. ഇപ്പോൾ ഈ ചർച്ചയിൽ ക്ഷേമ പെൻഷനെ കുറിച്ച് താങ്കൾ അവകാശവാദം ഉന്നയിക്കുമ്പോൾ ഇന്ന് മനോരമ ന്യൂസിൽ വന്നൊരു വാർത്ത എടുത്ത് റിപ്പോർട്ട് ചെയ്തത് എന്തൊക്കെയാണ് താങ്കൾ പറയുന്നത്? വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ? താങ്കൾ തെളിയിക്കണം അത് പെയ്ഡ് ന്യൂസ് ആണെന്ന്. ആ മനുഷ്യന്മാരുടെ ദുരിതം പെയ്ഡ് ന്യൂസ് ആണെന്നും ഈ സർക്കാരിനെ അപമാനിക്കാൻ വേണ്ടി കൊണ്ടുവന്നാണെന്നും താങ്കൾ തെളിയിക്കണം. നീ അറിഞ്ഞോ? ഞാൻ പിന്നെ താങ്കൾക്ക് എങ്ങനെയാണ് അങ്ങനെ പറയുന്നത്? നിങ്ങൾ ക്ഷേമ പെൻഷൻ കൊടുത്തിട്ടുണ്ടോ? ആ മനുഷ്യർക്ക് ദുരിതമുണ്ടോ? അവർ താമസിക്കുന്ന വീടിന്റെ ചിത്രം, വീടിന്റെ ദൃശ്യങ്ങൾ ഞങ്ങൾ സെറ്റിട്ടതാണോ? ആണോ? കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. കേരളത്തിൽ 62 ലക്ഷം വീടുകളിൽ ഇതുപോലെ 1600 രൂപ വെച്ച് മാസം കൊടുക്കണ്ടേ? അതൊരു ആശ്വാസമാണ്. ഇന്ത്യയിൽ വേറൊരിടത്തും ഇല്ല. ഇന്ത്യയിൽ ഒരു ഗവൺമെന്റും 62 ലക്ഷം വീട്ടിൽ 1600 വെച്ച് കൊടുക്കുന്നില്ല. ഭയങ്കരം തന്നെ. ആ സർക്കാരിനെ താറടിക്കാനാണ് നിങ്ങളുടെ ഈ റിപ്പോർട്ട്. നിങ്ങളുടെ റിപ്പോർട്ടിലെ പെൻഷൻ കൊടുക്കാതിരിക്കോ? നിങ്ങളുടെ റിപ്പോർട്ട് കൊടുക്കരുതല്ലേ? 4 മാസമായി മുടങ്ങിയിരിക്കുന്ന പെൻഷനെ കുറിച്ച് ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങളുടെ റിപ്പോർട്ട് മാധ്യമങ്ങൾ കൊടുക്കരുത് അല്ലേ? മാധ്യമങ്ങൾ ആ ദുരിതം റിപ്പോർട്ട് ചെയ്യരുത് അല്ലേ? എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, താൻ ആരുവാ? മനോരമയടക്കമുള്ള മാധ്യമങ്ങൾ മോദി സർക്കാരിനെ പിന്തുണയ്ക്കുന്നു, മോദി സർക്കാരിനെ പേടിക്കുന്നു, വാർത്ത കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നതിന് മുമ്പ് ഇന്നലെ ഈ ചർച്ചയിൽ വന്ന് താങ്കളുടെ പാർട്ടിയുടെ പ്രതിനിധി കേട്ടിട്ട് പോയത് എന്താണെന്ന് നിങ്ങൾ ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്. അതവിടെ ഇരിക്കട്ടെ. എങ്ങനെയാണ് സർക്കാരുകളോട് ചോദ്യം ചോദിക്കേണ്ടത് എന്ന് ശ്രീ അനിൽകുമാറും അതും വേണ്ട ഇവിടെയും വേണ്ട, അത്രേ ഉള്ളൂ. സത്യം. ഞാൻ ആ വ്യാളി തലതല്ലി ചാവും. 4 മാസമായി പെൻഷൻ വൈകി എന്ന് പറയുന്നത് താറടിക്കാനോ? സർക്കാരിനെ പുകഴ്ത്താനാണ് മാധ്യമങ്ങളുടെ ജോലി എന്നാണ് താങ്കൾ കരുതിയിരിക്കുന്നത്? നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. 4 മാസമായി പെൻഷൻ മുടങ്ങുകയും ആ വീട്ടിൽ 3 പേർ ഭിന്നശേഷി കാരണം ആയിരങ്ങളുടെ ചികിത്സാ സഹായം ആവശ്യമുള്ളവരുമാണെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുന്നതിനാണ് പ്രശ്നം. നിങ്ങൾ ചൂണ്ടിക്കാണിക്കാതെ തന്നെ കേരളത്തിൽ ഞങ്ങളുടെ വാഗ്ദാനത്തിന്റെ പട്ടികയിലുണ്ട്, നടപ്പാക്കിക്കൊണ്ടാണ് ഞങ്ങൾ വീണ്ടും ജയിച്ചത്. ആ 900 കാര്യം ഇനിയും ചെയ്യുമെന്ന് ജനങ്ങളോട് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഞങ്ങൾ അക്കാര്യങ്ങളിലെല്ലാം പ്രതിബദ്ധതയുള്ളവരാണ്. ദയവായി ഞങ്ങളെ അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. കേൾക്കാൻ നല്ല രസമുണ്ട്. പ്രതിപക്ഷത്തെക്കാൾ നീചമായ മനസ്സോടുകൂടി നിങ്ങൾ നീചം എന്ന വാക്ക് എന്തിനാണ് നീചം? ശ്രീ അനിൽകുമാർ, എന്താണ് നീചം? നിങ്ങളുടെ കേരളീയം എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ വീഥികളിൽ നിങ്ങൾ തെളിച്ചു വെച്ചിരിക്കുന്ന വെളിച്ചവും തിളക്കവും അവിടുത്തെ ആഘോഷങ്ങളും മാത്രമാണെന്നാണോ? കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ മനുഷ്യർ അനുഭവിക്കുന്ന ദുരിതം റിപ്പോർട്ട് ചെയ്യാൻ ഇനി നിങ്ങളുടെ ആഘോഷം കഴിഞ്ഞ് സമയം നോക്കണോ? മുഹൂർത്തം നോക്കണോ? 1600 വെച്ച് ആ വീട്ടിൽ കിട്ടുന്നു 3 പേർക്ക്. ആ വീട്ടിൽ കൊടുക്കുന്ന പെൻഷൻ കൊടുക്കുന്ന ഒരു സർക്കാരിനെയാണ് നിങ്ങൾ കടന്നാക്രമിക്കുന്നത്. അതൊന്നും സർക്കാരിന്റെ ഔദാര്യമായി ദയവായി അങ്ങ് ചിത്രീകരിക്കരുത് എന്ന് ഞാൻ താങ്കളുടെ ഓർമ്മയിൽപ്പെടുത്തുന്നു. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.